പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാ പരീക്ഷകളുടെയും റിസൾട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. CBSE സ്റ്റേറ്റ് സിലബസിൻ്റെ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഈ വർഷത്തെ റിസൾട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിൽ ഒരുപാട് കഴിഞ്ഞ 3-4 വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാർക്കുകളിലും ഗ്രേഡുകളിലുമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കുട്ടികളിൽ ഒരുപാട് പേർക്ക് മാനസികമായിട്ടുള്ള സംഘർഷം, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ഗ്രേഡ് കിട്ടാത്തതിലുള്ളൊരവസ്ഥ, വീടിനകത്ത് തൻ്റെ മക്കൾക്ക് ഇന്നത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘർഷപരമായിട്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് 1-2 കാര്യങ്ങൾ ആദ്യമായിട്ട് രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ ജഡ്ജ് ചെയ്യരുത്. അവർക്ക് കിട്ടിയ മാർക്ക് അവരുടെ അധ്വാനത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പാഠപുസ്തകത്തിൻ്റെ പരിഷ്കരണത്തിലും വാല്യുവേഷനിൽ വന്നിട്ടുള്ള ചില പരിഷ്കരണത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് അവർക്ക് ആ മാർക്കിൽ എന്തെങ്കിലും ഒരു കുറവ് കിട്ടിയിട്ടുണ്ടാവുക. അതൊരു കുറവല്ല. കഴിഞ്ഞ വർഷങ്ങളിലെ കുട്ടികളുടെ മാർക്ക് വെച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ മാർക്കിനെ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടതില്ല. കുട്ടികളോട് പറയേണ്ടത്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഉപരിപഠനം കിട്ടുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൊണ്ട് നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് എനിക്ക് ഇന്ന കോഴ്സിന് ഇനി പോകാൻ കഴിയില്ലല്ലോ, എനിക്കല്ലെങ്കിൽ ഭാവിയിൽ ഇന്ന മേഖലയിലേക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് കരുതിയിട്ട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത കോഴ്സിന് പോയി ചേരാൻ ഒരിക്കലും പാടില്ല എന്നാണ് എനിക്ക് എൻ്റെ മക്കളോട് പറയുവാനുള്ളത്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ട് നൽകുവാൻ ഇന്ന് കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ റെഡിയാണ്. അതോടൊപ്പം ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും, ഏത് സ്കൂളിലാണ് ചേരേണ്ടത്, സ്കൂളിൽ ചേരുമ്പോൾ ഒരിക്കലും നമ്മൾ +2 കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് മാത്രമല്ല, ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ കുറിച്ച് പഠിക്കണം, പോളിടെക്നിക്കിനെ കുറിച്ചും അത്തരം ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ ഒരുപാട് സാധ്യതകളിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു തീരുമാനമെടുക്കാവുള്ളൂ. ഗ്രേഡിലും മാർക്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം നമ്മുടെ ലൈഫിൻ്റെ തീരുമാനമാണ് ഇനി നിങ്ങൾ എടുക്കുന്നത്. കാരണം +1 പഠനത്തിന് ചേർന്ന് കഴിഞ്ഞാൽ ആ +1-ൽ നിങ്ങൾ എടുക്കുന്ന മെയിൻ സബ്ജക്റ്റിനെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനും ലൈഫും കരിയറും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാവരും വളരെ ജാഗ്രതയോട് കൂടിയിട്ടും പ്രതീക്ഷയോട് കൂടിയിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഒരുപാട് അനന്തമായ സാധ്യതകൾ ഇന്ന് നമ്മുടെ നാട്ടിലും ലോകത്തിലും അവൈലബിൾ ആണ്. ഓൺലൈനായിക്കൊണ്ടും ഓഫ്ലൈനായിക്കൊണ്ടും പഠിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ടിൽ എന്തെങ്കിലുമൊക്കെ മാനസിക സംഘർഷങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവാനാണ്. ബന്ധപ്പെടുന്ന നമ്പർ ഇതിൻ്റെ താഴെ ലിങ്കിൽ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഭാവിയും നല്ലൊരു വിജയവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.